നമ്മളുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ വരുന്ന ആ ഒരു ജലദോഷത്തിനും തൊണ്ടവേദനക്കൊക്കെ പറ്റിയ നല്ല എരിവിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ സൂപ്പിന്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കാൻ പോണത്. അപ്പോൾ ഇതാ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ്റെ പീസായിട്ട് എടുത്തിരിക്കണേ. അതിൻ്റെ അകത്തേക്ക് ഒരു മീഡിയം സൈസുള്ള ഒരു സവാളയും 2 പച്ചമുളകും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഉപ്പും 3 കരയാമ്പും 3 കപ്പ് വെള്ളത്തോടെ ചേർത്തിട്ടാണ് നമ്മളെ ചിക്കൻ ഒരു 4-5 വിസിലിൽ വേവിച്ചിരിക്കുന്നത്. ഈ ചിക്കൻ ഉണ്ടല്ലോ നല്ലോണം അങ്ങോട്ട് വെന്ത് അതിന്റെ സത്ത് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 3-4-5 വിസിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഉണ്ടല്ലോ നമുക്കിതൊന്നും അങ്ങോട്ട് അരിച്ചെടുക്കണം. അരിക്കുന്ന സമയത്തുണ്ടല്ലോ ആ കുക്കറിലോട്ടെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ആ കുക്കർ ഒന്ന് കലക്കി അത് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ മൊത്തം ഇപ്പൊ 4 കപ്പ് വെള്ളമായിട്ടാണ് നമ്മളുടെ ഈ ഒരു സൂപ്പിൽക്ക്. ഇനി ഈ സ്റ്റോക്കിന് നേരെ അങ്ങോട്ട് അടുപ്പത്തോട്ട് എത്തിക്കോ. നന്നായിട്ട് അങ്ങോട്ട് വെട്ടി തിളച്ച് വരുന്ന സമയത്തെ ഒരു 1/4 കപ്പ് ഫ്രഷ് ഗ്രീൻ പീസും ഒരു 2 ക്യാരറ്റോടെ ചേർത്ത് കൊടുക്കുക. ഉപ്പിന്റെ കുറവുണ്ടെങ്കിൽ ഉപ്പും പിന്നെ നമ്മുടെ എരിവിനുള്ള കുരുമുളകിന്റെ പൊടിയോടെ ചേർത്തിട്ട് നമ്മുടെ ക്യാരറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് വേവിച്ചെടുക്കുക. ഇതിൻ്റെ അകത്തേക്ക് ഈ ഗ്രീൻ പീസ് വേണമെങ്കിൽ ചേർത്താൽ മതിയിട്ട്, അല്ലെങ്കിൽ വല്ല സ്വീറ്റ് കോൺ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്നും ഇല്ലെങ്കിൽ ക്യാരറ്റ് മാത്രം ചേർത്താലും മതി. ഇനി നമ്മുടെ ആ ഒരു ക്യാരറ്റൊക്കെ വെന്ത് വരുന്ന സമയത്തെ നമ്മൾ ആ വേവിച്ചിരിക്കുന്ന ചിക്കൻ ഇല്ലേ അത് ചെറുതാക്കി ഇങ്ങനെ പിച്ചിക്കീറി നമ്മളെ സൂപ്പിലോട്ട് ഇട്ട് കൊടുക്കുക. അതിന്റെ പുറകെ തന്നെ ഉണ്ടല്ലോ ഒരു 5 ടേബിൾ സ്പൂണോളം ഓട്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 5-6 മിനിറ്റ് അവിടെ കിടന്ന് തിളക്കുമ്പോഴേക്കും നമ്മുടെ സൂപ്പ് നല്ല അസലായിട്ട് കുറുകി വരും. മല്ലിയില ഇല്ലാണ്ട് എന്താ ആഘോഷം അല്ലേ? അപ്പൊ ഞാൻ കുറച്ച് മല്ലിയില ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇട്ട് തിരിഞ്ഞപ്പോഴാണ് എന്റെ സെല്ലർ കൃഷി ഉണ്ടില്ലേ അതിൽ നിന്ന് ഒരു 2 സെല്ലറിന്റെ ഇല അതും ഇട്ടിട്ടുണ്ട്. ഈ സെല്ലറിന്റെ ഇല ഉണ്ടെങ്കിൽ ഇട്ടാൽ മതിയിട്ടില്ലെങ്കിൽ ഒട്ടും നിർബന്ധമില്ല, ആ ഒരു മല്ലിയിലയിൽ നിർത്തിക്കോ. അപ്പൊ എങ്ങനെയുണ്ട്? നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ ഓട്ട് സൂപ്പ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞോളൂ.